സ്നേഹപൂർവ്വം ശ്യാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആരതിയും ശ്യാമയും അമൃതയും കൂടി ഇന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരതി പറയണേ, എന്താണെങ്കിലും ചെറിയമ്മയോടൊപ്പം പാട്ട് പാടിയപ്പോണ്ടല്ലോ രാധികയുടെ സന്തോഷം ഒന്ന് കാണുമായിരുന്നു. അവളുടെ മനസ്സ് നിറഞ്ഞു. അവൾ ദൈവത്തെ പോലെ ആരാധിക്കുന്ന ആളുടെ മുമ്പിൽ നിന്നല്ലേ പാട്ട് പാടിയത്, അതും അയാൾക്കൊപ്പം. അതവൾക്ക് എത്രത്തോളം സന്തോഷം ഉണ്ടാക്കിയെന്ന് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ. ഈ സമയം ശ്യാമ പറയണേ, ശരിയാ, രാധിക മോൾ ഒത്തിരി സന്തോഷത്തിലായിരുന്നു എൻ്റെ ഒപ്പം നിന്നത്. അവളോട് അപ്പം തന്നെ എല്ലാ സത്യങ്ങളും തുറന്നു പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. അതെനിക്ക് പലതവണ തോന്നി. ചെറിയമ്മ അധികം നേരം നിന്ന് കഴിഞ്ഞാൽ എല്ലാ സത്യങ്ങളും രാധികയോട് തുറന്നു പറയുമെന്നും. ഞാനും അത് പേടിച്ചിരുന്നു. അന്നേരം ക്ഷമ പറയണേ, എല്ലാം തുറന്നു പറഞ്ഞാലും അവൾ ഇപ്പോൾ ഉള്ള പോലെ തന്നെ എന്നോട് സ്നേഹത്തോടെ പെരുമാറുമായിരിക്കുമല്ലേ. ഇന്നത്തെ അവളുടെ പെരുമാറ്റമൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അന്നേരം അമൃത ചോദിക്കണേ, അങ്ങനെ അങ്ങ് ഉറച്ച് വിശ്വസിക്കാമോ ക്ഷാമയും? അവളിപ്പോൾ ക്ഷാമയെ കണ്ടത് താൻ ഇത്രയും നാളും ആരാധിച്ച ഒരാളായിട്ടാണ്. അത്രയ്ക്ക് ആരാധിച്ച തൻ്റെ പ്രിയപ്പെട്ട ഗായിക മുമ്പിൽ വന്നതിൻ്റെ സന്തോഷമായിരുന്നു അവൾക്കിന്ന്. എന്നാൽ അത് തൻ്റെ അമ്മയാണെന്നറിയുമ്പോൾ അവളിൽ അതേ സന്തോഷം ഉണ്ടാകുമെന്ന് ഷ്യാമക്ക് തോന്നുന്നുണ്ടോ? ഈ സമയം അടുത്ത് പറയുന്നുണ്ട്, അത് വല്യമ്മ പറയുന്നത് കാര്യമുണ്ട്. എല്ലാ സത്യങ്ങളും തുറന്നു പറയുമ്പോൾ എന്താണെങ്കിലും രാധികയുടെ ഭാഗത്തുനിന്നൊരു പൊട്ടിത്തെറി ഉണ്ടാവും. ഇത് ചെറിയമ്മനെ ടെൻഷനാക്കാനോ വിഷമിപ്പിക്കാനോ വേണ്ടി പറഞ്ഞതല്ല. നമ്മൾ ഈ സത്യങ്ങളൊക്കെ തുറന്നു പറയുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ബോധ്യം ഉണ്ടാവണമല്ലോ. എന്താണെങ്കിലും ഇന്നത്തെ രാത്രിയിലെ രാധികയ്ക്ക് ഉറങ്ങാൻ പറ്റില്ല. അവൾ ഇന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ചും ശ്യാമ മാഡത്തിനൊപ്പം പാട്ടുപാടിയ കാര്യവും അവിടെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞ കാര്യവും ഒക്കെ ആലോചിച്ചിരിക്കുമായിരിക്കും. അവളുടെ മുമ്പിൽ വെച്ച് തന്നെയല്ലേ ആൾക്കാർ രണ്ടുപേരെ കണ്ടാലും അമ്മയും മോളെ പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞത്. അതൊക്കെ എന്താണെങ്കിലും രാധികയുടെ മനസ്സിൽ നിന്ന് അത്ര പെട്ടെന്നൊന്നും പോവില്ല. അതൊക്കെ ഒരു സംശയവും ചോദ്യവും ഒക്കെ ആയിട്ട് രാധികയുടെ മനസ്സിൽ ഉയർന്നു വരും. അങ്ങനെ അവസാനം അവൾ തന്നെ സത്യം കണ്ടെത്താൻ ശ്രമിക്കും. ഒരു ദിവസമേ ശ്യാമ മാഡത്തിൻ്റെ അരികിൽ വന്ന് ചോദിക്കും, ശ്യാമ മാഡമാണോ എൻ്റെ അമ്മയെന്ന് രാധിക. അങ്ങനെ സത്യങ്ങളെല്ലാം രാധിക ഉൾക്കൊള്ളാൻ തുടങ്ങും. ഈ സമയം ശ്യാമ പറയണേ, നിങ്ങളീ പറയുന്നത് പോലെ സ്വപ്നം കണ്ടിരിക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല. ഞാനിതിനു മുമ്പ് കണ്ടിട്ടുള്ള സ്വപ്നങ്ങളെല്ലാം ഒരു വേദനയുള്ള അധ്യായങ്ങളായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ അവസാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആലോചിക്കുമ്പോൾ ഒരു ചെറിയ ഭയമുണ്ട്. എന്താണെങ്കിലും നിങ്ങൾ പറയുന്നത് പോലെ തന്നെ അവസാനം എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞ് അവൾ എന്നെ അവളുടെ അമ്മയായിട്ട് എല്ലാ അർത്ഥത്തിലും അംഗീകരിച്ചാൽ മതിയായിരുന്നു. അവളെൻ്റെ അടുത്തിരുത്തി സ്നേഹത്തോടെ അവളെ പരിചരിക്കാനും അവളുടെ സ്നേഹം അനുഭവിക്കാനുള്ള ഭാഗ്യം കിട്ടിയാൽ മതിയായിരുന്നു. അങ്ങനെ പറഞ്ഞ് പ്രതീക്ഷയോടെ ഇരിക്കുകയാണ് ശ്യാമ. പിന്നീട് കാണിക്കുന്നത് വരുണൻ രാധികയും കണിമംഗലത്ത് തിരിച്ചെത്തുന്നതാണ് കേട്ടോ. ഈ സമയം കാറിൽ നിന്നിറങ്ങി രാധികത്തേക്ക് മുത്തശ്ശി എന്ന് വിളിച്ച് ഓടി ചെല്ലുക. മുത്തശ്ശി, ഇന്ന് ഒരു വലിയ സംഭവം ഉണ്ടായി. നമ്മുടെ ക്ഷേത്രത്തിൽ വെച്ചിട്ടുണ്ടല്ലോ, ഞാനേ പാട്ടുപാടി. അത് ഒറ്റക്കല്ല, ആരുടെ ഒപ്പമാണെന്നറിയോ? സാക്ഷാൽ ദൈവത്തിൻ്റെ ഒപ്പം. ഞാനും ശ്യാമമ്മയുടെ കൂടി ഒരുമിച്ചൊരു പാട്ട് പാടി. അത് കേൾക്കുന്നത് മുത്തശ്ശിക്ക് സന്തോഷമാണ്. സത്യമാണോ അവരുടെ? പിന്നെ അല്ലാതെ, ഇയാളിപ്പോൾ ആരാ, വലിയ സെലിബ്രിറ്റിയൊക്കെ അല്ലേ. ഈ സമയം ഇത് കേട്ടുകൊണ്ടായിരിക്കോട്ടോ കൽപ്പനയും മുറുവശിയും അങ്ങോട്ടേക്ക് വരുന്നത്. അന്നേരം രാധിക പറയുന്നുണ്ട്, പിന്നീട് മുത്തശ്ശി, അവിടെ വന്നിരുന്ന മിക്ക ആൾക്കാരും ചോദിച്ചത് എന്താണെന്നറിയോ, ഞാൻ ശ്യാമ മേഡത്തിൻ്റെ മകളാണോ എന്ന്. ഞാൻ ശ്യാമ മേഡത്തിൻ്റെ മകളാണെന്ന് കരുതി എന്നോട് വന്ന് സംസാരിച്ചവരും വിശേഷം ചോദിച്ചവരും ഒക്കെ കുറേ ഉണ്ട്. ഇതിനു മുമ്പും പലരും ഈ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ഇന്ന് ശ്യാമ മേഡത്തിനെ നേരിട്ട് കണ്ടപ്പോൾ ഞാൻ സൂക്ഷിച്ച് നോക്കുമായിരുന്നു. ശരിയാ മുത്തശ്ശി അവർ പറയുന്നത്. ശ്യാമ മേഡത്തെ കാണാനുണ്ടല്ലോ എന്നെപ്പോലെ തന്നെയാണ് ഉള്ളത്, ഒരു വ്യത്യാസമില്ല. ഈ സമയം മുത്തശ്ശി പറയണേ, ഇനി ചിലപ്പോൾ അവരൊക്കെ പറയുന്നത് പോലെ അങ്ങനെ ഒരു സംശയം സത്യമായിട്ട് വന്നാലോ, ഒരുപക്ഷെ മോള് ശ്യാമ മേഡത്തിൻ്റെ മകളാണെങ്കിലോ. ഈ സമയം അത് കേട്ട് അങ്ങോട്ടേക്ക് വരുന്ന കൽപ്പന പറയണേ, എൻ്റെ മുത്തശ്ശി എന്തൊക്കെയാണ് പറയുന്നത്? ഇവൾക്ക് ഇതുപോലുള്ള ആഗ്രഹങ്ങളൊക്കെ തോന്നും. അതിപ്പോൾ അനാദിയായിട്ട് അച്ഛനും അമ്മയും ആരാടെന്നറിയാത്തവർക്കൊക്കെയുള്ള ഒരുതരം ചിന്തയും ആഗ്രഹവും ഒക്കെ ആയത്. അതിലേക്ക് മുത്തശ്ശി മരണം കൊണ്ട് വളം വെച്ച് കൊടുക്കുകയാണോ ചെയ്യുന്നത്? ഈ സമയം ഉർവശി പറയണേ, അമ്മയുടെ മനസ്സിലിപ്പോൾ എന്താണെന്നറിയോ, ഈ ഗായിക ശ്യാമേനെ പോലെ അത്രയും പണവും സമ്പത്തും പ്രശസ്തിയും ഒക്കെ ഉള്ള ഒരാളുടെ മകളാണ് ഇവളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൾക്ക് പിന്നെ കണിമംഗല കുടുംബത്തിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് ഇവൾക്കൊരു അയോഗ്യത ഉണ്ടാവില്ലല്ലോ. ഇവളെല്ലാം കൊണ്ട് തികഞ്ഞവളാക്കാൻ വേണ്ടിയിട്ടായിരിക്കും അമ്മയും വരണമൊക്കെ അങ്ങനെ ആഗ്രഹിക്കുന്നത്. പക്ഷേ അതെ നടക്കാത്ത കാര്യമാണ്. ഇതുപോലുള്ള സെലിബ്രിറ്റീസിനൊക്കെ വെച്ച് ഇങ്ങനെയുള്ള കള്ളക്കഥകളൊക്കെ ഉണ്ടാക്കിയാലുണ്ടല്ലോ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. അന്നേരം വരുൺ പറയണേ, അല്ലെങ്കിലും ചെറിയമ്മക്ക് ജയിലിലെ കാര്യങ്ങളും വകുപ്പുകളെയൊക്കെ പറ്റി നല്ല അറിവാണല്ലോ. ചെറിയച്ഛനെ ഏത് നേരവും ജയിലിലാണല്ലോ, അപ്പോൾ പിന്നെ അതിലൊക്കെ വലിയ അറിവുണ്ടാകും. ഈ സമയം കൽപ്പന പറയണേ, എൻ്റെ വരണേ, അല്ലെങ്കിൽ തന്നെ ഈ ശ്യാമ മേഡത്തെ പോലുള്ളവർക്കൊക്കെ ഒരു മകളുണ്ടെങ്കിൽ തന്നെ ആ മകളെ ഉപേക്ഷിച്ച് കളയേണ്ട വല്ല കാര്യമുണ്ടോ? അങ്ങനെ ഒരു മകളെ തെരുവിലേക്ക് എറിഞ്ഞ് ദേവനാരായണ തിരുമേനിയെ പോലെ ഒരാളുടെ കയ്യിലേക്ക് എത്തിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അങ്ങനെ പറഞ്ഞു കൊടുക്കൽ കൽപ്പന. ഇനിയിപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടി ഇവളങ്ങ് ശ്യാമ മേഡത്തിൻ്റെ മകളാക്കാനാണ് തീരുമാനമെങ്കിൽ അതൊന്ന് തെളിയിക്ക്. അങ്ങനെ തെളിയിക്കുവാണെങ്കിൽ ഞാൻ എൻ്റെ 2 കണ്ണും കുത്തി പൊട്ടിക്കാം. അന്നേരം മുത്തശ്ശി പറയണേ,
ഉർവശി വെറുതെ ആവശ്യമില്ലാത്ത വെല്ലുവിളിയൊന്നും ഉയർത്തണ്ട. അവസാനം നിനക്ക് നിന്റെ കണ്ണ് നഷ്ടപ്പെടുത്തേണ്ടി വരും. അന്നേരം കൽപ്പന പറയണേ, ചെറിയമ്മ മാത്രമല്ല ഞാനും അങ്ങനെ തന്നെ ചെയ്തോളാം. ആ കാര്യമൊന്ന് തെളിയിച്ചേ മുത്തശ്ശി, ഞാനൊന്ന് നോക്കട്ടെ. ഈ സമയം രാധിക പറയണേ, ഓ നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ? എൻ്റെ മുത്തശ്ശി അങ്ങനെയൊന്നും പറയുകയും ചെയ്യരുത്. കുട്ടിക്കാലം മുതൽ ഞാൻ ആരാധിക്കുന്ന ആളാണ് ശ്യാമ മാഡം. ശ്യാമ മാഡത്തിന് കുറേ മാഗസിനും ആർട്ടിക്കിളും ഒക്കെ വായിച്ചിട്ടുണ്ട്. അതിലൊന്നും ശ്യാമ മാഡത്തിനൊരു കുഞ്ഞുള്ളതായിട്ട് പറഞ്ഞിട്ടേ ഇല്ല. ഭർത്താവുള്ള കാര്യവും ഭർത്താവ് മരിച്ചുപോയ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ശ്യാമ മാഡത്തിന് കുട്ടികളാരുമില്ല. പിന്നെ എൻ്റെ ഒരു ഭാഗ്യത്തിന് ശ്യാമ മാഡത്തിൻ്റെ പോലത്തെ ഒരു സാമ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് നാട്ടുകാരും ആൾക്കാരും ഒക്കെ കാണുന്നവരൊക്കെ അങ്ങനെ പറയുന്നത്. അന്നേരം കൽപ്പന പറഞ്ഞേ, ആ അങ്ങനെ പറഞ്ഞു കൊടുക്കുക രാധിക നീ, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും കൂടി നിന്നെ ശ്യാമ മാഡത്തിൻ്റെ മകളായിട്ട് അങ്ങ് പ്രഖ്യാപിക്കും. വാ ചെറിയമ്മേ. അങ്ങനെ പറഞ്ഞ് കൽപ്പനയും ഉർവശിയും കൂടി അവിടെ നിന്നും പോകുകയുണ്ടോ. ഈ സമയം മുത്തശ്ശി പറയണേ, അങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോൾ തന്നെ രണ്ടിനും അസൂയയും കുശുമ്പും തോന്നി. അതാണ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സമയം പറയണേ, എന്താണെങ്കിലും മുത്തശ്ശി അതൊക്കെ വിട്ടേക്ക്. ഇന്ന് ഇയാൾ ഒത്തിരി സന്തോഷത്തിലാണ്. ആ സന്തോഷത്തിന് മൂടൊന്നും കളയണ്ട നമുക്ക്, അല്ലേ രാധികയും? അതെ, നമുക്കിതൊന്നും ആഘോഷിക്കണ്ടേ, പിന്നെ വേണ്ടേ എന്നും പറഞ്ഞ് രാധികയും സന്തോഷത്തോടെ നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് ഷൂട്ടിംഗ് ലൊക്കേഷനാണ് കേട്ടോ. അവിടെ പ്രിയങ്കയും ആ ഹീറോയിനും തമ്മിലൊരു സീൻ ഷൂട്ട് ചെയ്യാനായിട്ട് റെഡിയായി നിൽക്കുവാണ്. അങ്ങനെ സ്റ്റാർട്ട് പറയുമ്പോഴേക്കും രണ്ടുപേരും ആക്ട് ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. ഈ സമയം പ്രിയങ്ക ആ ഹീറോയിനോട് ദേഷ്യപ്പെടുന്ന ഒരു സീനാണ് അവിടെ ഷൂട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അന്നേരം ആ ഹീറോയിൻ പ്രിയങ്കേൻ്റെ കരണത്തിട്ട് അടിക്കുന്ന ഒരു സീനും കൂടിയുണ്ട്. അങ്ങനെ ഹീറോയിൻ പ്രിയങ്കയുടെ കരണത്തിട്ട് ശരിക്കും അടിക്കുവാണ് കേട്ടോ. അന്നേരം ആ കാഴ്ച കണ്ട് മുത്തശ്ശിയും അവിടെയുള്ള എല്ലാവരും ഞെട്ടുവാണ്. ഈ സമയം ആ പെൺകുട്ടി ഡയറക്ടറിനോടും പ്രിയങ്കയോടും ഒക്കെ സോറി പറയണേ, സോറി എൻ്റെ ടൈമിങ് ചെറുതായിട്ടും തെറ്റിപ്പോയി, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. ഈ സമയം മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്ന് പ്രശ്നം ഉണ്ടാക്കണേ, ഇടി നീ എൻ്റെ കൊച്ചിനെ മനഃപൂർവ്വം തല്ലിയ തന്നെയാ, എന്താ സാറേ ഇതൊക്കെ? ഇതാണോ സിനിമയുടെ ഷൂട്ടിങ്? എൻ്റെ മോളോടുള്ള ദേഷ്യം കാരണേ ഇവളെൻ്റെ കൊച്ചിനെ മനഃപൂർവ്വം തല്ലിയ തന്നെയാണ്. സാർ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അറിയാതെ സംഭവിച്ചു പോയതാണ്, അതിന് ഞാൻ സോറിയും പറഞ്ഞല്ലോ. ഈ സമയം ഡയറക്ടർ പറയുന്നുണ്ട്, അതെ നിങ്ങൾ കരുതുന്ന പോലെയൊന്നുമല്ല, സിനിമയിൽ ഇതൊക്കെ സർവ്വസാധാരണമാണ്, ഇത് ഞാൻ സമ്മതിച്ചു തരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് മുത്തശ്ശി പ്രശ്നം ഉണ്ടാക്കുവാണ്ടോ. ഈ സമയം പ്രിയങ്ക മുത്തശ്ശിനെ അങ്ങോട്ടേക്ക് മാറ്റി നിർത്തുവാണ്. മുത്തശ്ശി ഇങ്ങനെ ബഹളം വെക്കല്ലേ, ഇതൊക്കെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ സർവ്വസാധാരണമായ കാര്യമാണ്, ഇതൊന്നും വലിയ പ്രശ്നമാക്കേണ്ടതില്ല. മുത്തശ്ശി ഇവിടെ ഇരുന്നേ. അങ്ങനെ മുത്തശ്ശിനെ അടക്കിയിരുത്താൻ ശ്രമിക്കുന്നുണ്ടോ പ്രിയങ്ക. ഈ സമയം ഡയറക്ടറാണെങ്കിൽ ശരത്തിന് നോക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് രാധിക ശ്യാമയുടെ വീട്ടിലേക്ക് വരുന്നതാണ് കേട്ടോ. അങ്ങനെ കോളിംഗ് ബില്ലിൻ്റെ ഒച്ച വെക്കുന്നതും ആരത്തി വന്ന് വാതിൽ തുറക്കണേ. ഇതാര്? ഞാൻ കരുതി ആള് വിളിച്ചാടി വീട്ടിൽ ഇതിൻ്റെ സന്തോഷമൊക്കെ ആഘോഷിക്കുമായിരിക്കുമെന്ന്. അന്നേരം രാധിക പറയണേ, എനിക്ക് ശ്യാമ മാഡത്തിൻ്റെ ഒപ്പം പാട്ടുപാടാൻ അവസരം ഒരുക്കി തന്നത് ഫിദ മാഡമാണല്ലോ, അങ്ങനെയുള്ളപ്പോൾ മാഡത്തെ കാണാതെ എനിക്ക് ഇരിക്കാൻ പറ്റുമോ? ഈ സമയം അമൃതയും ഫിദയൊക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. മോളെ ഇന്ന് വലിയൊരു ഭാഗ്യം കിട്ടിയെന്ന് അറിഞ്ഞല്ലോ. അതെ അമൃത മാഡം, ആ ഭാഗ്യം കിട്ടാൻ കാരണക്കാരിയായ ആളെ ഒന്ന് നേരിട്ട് കണ്ട് എൻ്റെ സന്തോഷം നേരിട്ട് അറിയിക്കാൻ വേണ്ടി ഞാൻ വന്നത്. ഫിദ മാഡം സത്യം പറ, മാഡം പറഞ്ഞിട്ടാണോ ശ്യാമ മാഡം മാഡത്തിൻ്റെ ഒപ്പം പാട്ട് പാടാനായിട്ട് എന്നെ വിളിച്ചത്? അന്നേരം ഫിദ പറയണേ, അങ്ങനെ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ശ്യാം ഒരു കാര്യം ചെയ്യണമെന്നുണ്ടോ? ഇല്ലല്ലോ, കഴിവുള്ളവരെ സെലക്ട് ചെയ്യാൻ ശ്യാമക്ക് നല്ലപോലെ അറിയാം. മോളുടെ കഴിവ് തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് ശ്യാമ അങ്ങനെ ഒരു തീരുമാനം അവിടെ അമ്പലക്കാരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞത്. അതുകൊണ്ടെന്താ മോള് ഹാപ്പിയല്ലേന്നോ? എൻ്റെ ജീവിതത്തിൽ ഇതിലും വലിയൊരു ഭാഗ്യം എനിക്കിനി കിട്ടാനില്ല. ഇനി എവിടെയെങ്കിലും വെച്ച് ശ്യാമമ്മയുടെ എന്നെ ഇതുപോലെ കൂടെ പാടാൻ വിളിക്കുവാണെങ്കിൽ, അതിപ്പോൾ ഏതെങ്കിലും പൊതുവേദിയിലാണെങ്കിലും ഞങ്ങൾ ഒന്നിച്ച് പാടുന്നത് കാണാനായിട്ട് ഫിദ മാഡം ഉണ്ടാവണം അവിടെ, അതെൻ്റെ വലിയ ആഗ്രഹമാണ്. അല്ല ഫിദയ്ക്ക് എങ്ങനെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പാടുമ്പോൾ അവിടെ എത്താൻ പറ്റും എന്ന് അമൃത ചോദിക്കുക. അന്നേരം രാധ ചോദിക്കണേ, അതിനെന്താ കുഴപ്പം, ഈ വേഷമാണോ? സംഗീതത്തിന് അങ്ങനെ വേഷമൊന്നും ഒരു പ്രശ്നമല്ല. രാധികയെ അത് വിട്, അമൃത മാഡം വേറെന്തോ ആലോചിച്ച് പറഞ്ഞെന്ന് തോന്നുന്നു. അന്നേരം രാധിക പറയണേ, പിന്നെയില്ല മാഡം, ഞാനും ശ്യാമ മാഡവും കൂടി പാടിയപ്പോൾ അവിടെ നിന്നിരുന്നവരൊക്കെ എന്താ പറഞ്ഞെന്നറിയോ? ഞങ്ങളെ കാണാനായിട്ട് അമ്മയും മോളെയും പോലെ ഉണ്ടല്ലോ എന്ന്, രണ്ടുപേരും തമ്മിൽ നല്ല സാമ്യം ഉണ്ടല്ലോ എന്ന്. ഈ സമയം ആരതി ചോദിക്കണേ, അല്ല ഇപ്പോൾ ശ്യാമ മാഡത്തിൻ്റെ മകളാണ് രാധിക എന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? അങ്ങനെ സംഭവിച്ചാൽ എന്താ കുഴപ്പം? അന്നേരം രാധികയുടെ മുഖമൊക്കെ മാറുവാണ്. എന്നിട്ട് രാധിക പറയണേ, ഞാൻ ദൈവത്തെ പോലെ ആരാധിക്കുന്ന ആളാണ് ശ്യാമ മാഡം. എൻ്റെ അറിവനുസരിച്ച് ശ്യാമ മാഡത്തിന് മക്കളൊന്നുമില്ല. ഇനി അഥവാ ഒരു മക്കളുണ്ടെങ്കിൽ തന്നെ അങ്ങനെയുള്ള മക്കളെ ശ്യാമ മാഡം ഒരിക്കലും ഉപേക്ഷിച്ച് കളയില്ല. അത് ചിലപ്പോൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് അങ്ങനെ ആയിക്കൂടെ? അത് ശരിയാ മോളെ, ആരതി പറയുന്നതിലും കാര്യമുണ്ട്, അങ്ങനെയുമാകാമല്ലോ, അതൊരു സാധ്യതയല്ലേ? ശരി, ഇനിയിപ്പോൾ അങ്ങനെ തന്നെയാണെന്നിരിക്കട്ടെ. എന്ത് സാഹചര്യത്തിൻ്റെ പേരിലാണെങ്കിൽ പോലും സ്വന്തം മകളെ വലിച്ചെറിഞ്ഞ ഒരമ്മയോട് ക്ഷമിക്കാൻ എന്നെക്കൊണ്ടാവില്ല. അങ്ങനെ ഒരു കാര്യം ശ്യാമ മാഡം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ശ്യാമ മാഡത്തിനോട് എനിക്ക് വെറുപ്പായിരിക്കും. അതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ.
എന്നാൽ ശരി മാഡം, ഞാൻ ഇറങ്ങുവാണ്. അങ്ങനെ പറഞ്ഞ് രാധിക ഇറങ്ങാൻ തുടങ്ങുവാണ്. ഈ സമയം ഫിദ വന്ന് രാധികയുടെ കൈ പിടിക്കണേ. മോളെ നിൽക്ക്, ഞാൻ പറയുന്നൊന്ന് കേൾക്കും. വേണ്ട മാഡം, ഫിദ മാഡം എന്താ പറയാൻ വരുന്നതെന്ന് എനിക്കറിയാം. അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഞാനതെല്ലാം മറന്ന് ശ്യാമ മാഡത്തോട് പൊരുത്തപ്പെടണം അല്ലേ? ശ്യാമ മാഡത്തെ പറക്കരുത്, അങ്ങനെയല്ലേ മാഡം പറയാൻ പോകുന്നത്? അത് മാഡത്തിന് എന്നോടുള്ള സ്നേഹം കാരണമാണ്. പക്ഷേ ചെറുപ്പകാലം തൊട്ട് ഇത്ര നാൾ വരെ ഞാൻ ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ളത് എൻ്റെ അമ്മയെക്കുറിച്ച് ഓർത്തിട്ടാണ്. അതുകൊണ്ട് ഇതെനിക്ക് പൊറുക്കാൻ പറ്റില്ല മാഡം. അങ്ങനെ പറഞ്ഞ് രാധിക അവിടെ നിന്നും പോകുവാണ്. രാധികയുടെ വാക്കുകളൊക്കെ കേട്ട് ശ്യാമ ആകെ തകർന്ന് വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുവാണ് കേട്ടോ. എന്നിട്ട് പറയണേ, സത്യങ്ങളൊന്നും ഞാൻ തുറന്നു പറയാത്തതിൻ്റെ ഫലം ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. ഈ സമയം ആരതി പറയണേ, ചെറിയ നിങ്ങൾ തളരാതെ, നമ്മൾ ഇതിനുള്ള മറുപടി ഓർക്കും. അത് മറ്റൊരു രീതിയിലാണെന്ന് മാത്രം. ഇത്രയും നാളും ചെറിയമ്മ മാധ്യമത്തിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ അകന്ന് നിൽക്കുമായിരുന്നില്ലേ? ചെറിയമ്മയുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ എന്താണെന്ന് ആർക്കും അറിയില്ലല്ലോ. പക്ഷേ നമ്മൾ ഉടനെ തന്നെ ഒരു പ്രസ് മീറ്റ് വിളിച്ചു വരുത്താൻ പോകുന്നു. ഗായിക ശ്യാമ തൻ്റെ ജീവിതകഥ ആദ്യമായിട്ട് തുറന്നു പറയാൻ പോകുവാണ്. അതറിയുമ്പോൾ രാധികയുടെ പ്രതികരണം, ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. രാധികയിലും വലിയ മാറ്റങ്ങളുണ്ടാകും. എന്താണെങ്കിലും ഇതിൻ്റെ അവസാനം ഒരു പൊട്ടിത്തെറി ഉറപ്പാണ്. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങി നിൽക്കണം. നമുക്ക് നോക്കാൻ ചെറിയമ്മേ. അങ്ങനെ പറഞ്ഞ് ആരതി ശ്യാമയ്ക്ക് ധൈര്യം കൊടുക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിയും പ്രിയങ്കയും കൂടി അവിടെ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് അഡ്വാൻസായി കിട്ടിയ പണമൊക്കെ എണ്ണുവാണ് കേട്ടോ. അന്നേരം മുത്തശ്ശി പറയണേ, അല്ലടി മോളെ, ഇനി എത്രയും കൂടി കിട്ടും? അതൊന്നും അറിയില്ല, ഇത് ശരത്തിപ്പോൾ നിർബന്ധമായിട്ട് വേണമെന്ന് പറഞ്ഞാണ് അവർ തന്നതാ. എടി മോളെ, എന്താണെങ്കിലും നീ ആ ഡയറക്ടറെ ബാക്കിയുള്ളവരെയൊക്കെ ഒന്ന് സോപ്പിട്ട് നിന്നോ. എന്താണെങ്കിലും അഭിനയിക്കുവാണ്, അപ്പോൾ അവരുടെ മുമ്പിലും കൂടി അഭിനയിച്ചാൽ എന്താ കുഴപ്പം? അതൊക്കെ മോശമല്ല മുത്തശ്ശി. എന്ത് മോശം? പറയുന്ന കേട്ടത്തൊന്നും ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തികൾ നല്ലതാണെന്നും. ഈ സമയത്ത് യശോദ അങ്ങോട്ടേക്ക് വരുമായിരിക്കും. അങ്ങനെ യശോദനെ ആ കാശൊക്കെ കാണിച്ച് മുത്തശ്ശി ഓരോന്നൊക്കെ പറയുക. അതുകൊണ്ട് യശോദ ചോദിക്കണേ, അല്ല എവിടുന്ന ഇത്രയും കാശ്? എവിടെന്നെങ്കിലും മോഷ്ടിച്ചതാണോ? അതെ, ഞാനിത് ഒരിടത്തുനിന്ന് മോഷ്ടിച്ചതല്ല. ഇത് ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ്. ഞാൻ പുതിയതായിട്ട് അഭിനയിക്കാൻ പോകുന്ന സിനിമയുടെ അഡ്വാൻസ് ആയിട്ട് കിട്ടിയ തുകയായതും. അന്നേരം മുത്തശ്ശി പറഞ്ഞേ, നീയൊക്കെ എന്താണ് വിചാരിച്ചത്? ഞങ്ങൾ അങ്ങ് തകർന്ന് തരിപ്പണം ഇട്ടിരിക്കുന്നത് നിനക്കൊക്കെ കാണാൻ പറ്റുമെന്നോ? ഇതേ വെറും ഒരു അഡ്വാൻസ് മാത്രമോ, ഒരു തുടക്കം മാത്രം. ഇനി ഇതുപോലെ പൈസ ഞങ്ങളുടെ കയ്യിലേക്ക് ഒഴുകി വരും. ജീവിതകാലം മുഴുവൻ ഇങ്ങനെ പൈസ എണ്ണിയിരിക്കാനാ ഇനി എൻ്റെ യോഗം. ഈ സമയത്ത് ദേവനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിയുടെയും പ്രിയങ്കയുടെയും സംസാരമൊക്കെ കേട്ടിട്ട് ദേവന് ദേഷ്യം വരുവാണ്. കണ്ടില്ലേ, ഞങ്ങളുടെ കയ്യിൽ പൈസ കണ്ടിട്ടേ നിൻ്റെ ഭാര്യ കണ്ണ് മഞ്ഞളിച്ച് നിൽക്കുക. അന്നേരം ദേവൻ ചോദിക്കണേ, യശോദേ, താനെന്തിനാടോ ഇവരുടെ ഈ വാചകമൊക്കെ കേട്ടി ഇവിടെ നിൽക്കുന്നത്? ഇവരെന്താണെന്ന് വെച്ചാൽ കാണിച്ചു കൂട്ടട്ടെ, അത് നമ്മൾ ഇടപെടാനൊന്നും നിൽക്കണ്ട, നമുക്ക് വേറെ പണിയുണ്ടല്ലോ, താൻ വാങ്ങിങ്ങോട്ട്. അങ്ങനെ പറഞ്ഞ് അവർ പോകാൻ നിൽക്കുമ്പോൾ മുത്തശ്ശി പറഞ്ഞേ, ദേവോയ് ഒന്ന് നിന്നേ, ഈ പണം കൊണ്ട് ഞങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയോ? നാളെ തന്നെ ഈ പണം ഞങ്ങൾ വക്കീലിനെ ഏൽപ്പിക്കും. എന്തിനാണെന്നല്ലേ? നിൻ്റെ പുന്നാര മോളുണ്ടല്ലോ ആ രാധിക, അവളെ വരുണിൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറക്കി വിടാനായിട്ട്, അതിനുള്ള കേസ് കൊടുക്കാനായിട്ട്. മുത്തശ്ശിയുടെ വാക്കുകൾ കേട്ടിട്ട് ദേഷ്യത്തോടെ നിൽക്കുന്ന ദേവനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് രാധികയും വരുണും റൂമിലിരിക്കുന്നതാണ്. ഈ സമയം വരുണാണെങ്കിൽ നല്ല ഉറക്കത്തിലായിരിക്കും. അന്നേരം രാധിക വരുണിനെ വിളിച്ചെണീപ്പിക്കുക. അതെ, എനിക്ക് തീരെ ഉറങ്ങാൻ പറ്റുന്നില്ല വരുൺ. മനസ്സിൽ മുഴുവൻ ഇന്ന് നടന്ന കാര്യങ്ങൾ എന്നെ ഓർത്തുകൊണ്ടിരിക്കുവാണ്. അതിന് എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. അതുകൊള്ളാം, എന്നെ ഇങ്ങനെ കുഴിച്ചടിച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങുവാണോ? താഴ്ന്നു പോയിക്കേ, എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ. അങ്ങനെ പറഞ്ഞ് വരുൺ കിടന്നുറങ്ങുവാണ്. ഈ സമയം രാധികയാണെങ്കിൽ അവിടെ ഇങ്ങനെ ആലോചിച്ചിരിക്കുമായിരിക്കും. അന്നേരം അത് കണ്ട് ചിരിച്ച് വരുണും അവിടെ തന്നെ കിടക്കുന്നൊക്കെയുണ്ട്. പിന്നെ കാണിക്കുന്നത് മുത്തശ്ശി ആ പണവുമായിട്ട് നേരെ വക്കീലിൻ്റെ അരികിലേക്ക് ചെല്ലുവാണ്. എന്നിട്ട് വക്കീലിനോട് വരുണിനും രാധികയ്ക്കെതിരെയുള്ള കേസുകൾ എത്രയും പെട്ടെന്ന് തന്നെ തുടങ്ങാനായിട്ട് പറയുവാണ് കേട്ടോ. സാറേ, സുകുമാരി ജീവിതം ഒരുപാട് കണ്ടതാ. ഒരു കാര്യം നേടിയെടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ വേണമെന്ന് ഈ സുകുമാരിക്ക് നല്ല പോലെ അറിയാം. പിന്നീട് കാണിക്കുന്നത് ശ്യാമയും ആരതിയും അമൃതയും കൂടി പൂജാമുറി നിൽക്കുന്നതാണ്. ശ്യാമ അങ്ങനെ ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആരതി പറഞ്ഞതുപോലെ തന്നെ പ്രസ് മീറ്റ് വിളിച്ചു വരുത്തി തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം തുറന്നു പറയാനുള്ള തീരുമാനത്തിലാണ് ശ്യാമയെന്ന് തോന്നുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ച് ഒരുങ്ങി നിൽക്കുകയാണ് ശ്യാമ. അപ്പോൾ ഇതൊക്കെയാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്